വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഗായ്സ്, ഇന്ന് നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് ഉണ്ട്. അങ്ങനെ ഗസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല, മൈ മോം ആണ്. ഉമ്മാക്ക് വെയ്യായിട്ട് ഉമ്മ ഇങ്ങോട്ട് ഞങ്ങള് രാവിലെ മലപ്പുറം പോയി. അപ്പം ഉമ്മാക്ക് വെയ്യാറപ്പം ഉമ്മാനെ പിടിച്ചിട്ട് കൊടുന്ന അപ്പം ഉമ്മാനെ അച്ഛനും വെജ് അച്ഛനും എന്തൊക്കെ പുണ്ണൊക്കെ അയങ്ങാണ്ട് അങ്ങനെ ആയിട്ട് ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ മമ്മി ഉണ്ട് ഇവിടെ. മമ്മി വരൂ, ഇവിടെ വരൂ, കമോൺ. ആളാകെ ക്ഷീണിച്ചു കേട്ടോ, കണ്ണു മുറി നോക്കി പഞ്ചനുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും അസുഖങ്ങളാണ്, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ പോകുന്ന ഭയങ്കര തിരക്കാട്ടോ. അപ്പൊ ഞങ്ങളതിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം ഇപ്പൊ വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഓർമ്മയും കാര്യങ്ങളും വന്നത്. പിന്നെ രാവിലെ കൊണ്ടുവന്നു, അപ്പൊ കിടന്നുറങ്ങിയത്. ഞങ്ങളിപ്പോ ഉമ്മ വന്നപ്പോ നല്ലപോലെ ഒന്ന് വൈബാക്കണം വിചാരിച്ചിരുന്നത്. ഞങ്ങളിപ്പോ മഴ എന്നും ഇങ്ങോട്ട് നിൽക്കാൻ വരാൻ പറയും. ഇപ്പൊ ഉമ്മക്ക് പണിയായതുകൊണ്ട് ഉമ്മ വരാറ്. അപ്പൊ ഇന്നൊരു ലീവ് കിട്ടിയപ്പോ അപ്പൊ ഉമ്മാണ് ഇങ്ങനെ ഞങ്ങൾ കരുതിനു കൊളത്തി ചാടാൻ പോകണം. കൊളത്തി ചാടാൻ പോണോ, ഒന്ന് അങ്ങോട്ടും കൂടെ പോണെന്ന്. ഇമ്മ വന്നപ്പോ തന്നെ കിടന്നാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ നീച്ച് പിന്നെയും കിടന്നില്ലേ. ഫുഡ് മര്യാദ കഴിച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്ത് ഞാൻ വല്യമാവാൻ പോണേ. എന്താണ് ആ സന്തോഷം മൊത്തേ? ഞാൻ വല്യമാവാൻ പോണേ. എങ്ങനെയുണ്ട് നിങ്ങളെ നമ്മളെ കുടുംബത്തേക്ക് ഒരു പുതിയ ആള് കടന്നു വരാൻ പോകണം? അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എല്ലാം നല്ല കാട്ടല്ലേ, നല്ലൊരു ബേബിനെ ഞങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തിലോട്ടോ. എന്റെ മോക്കും ആവട്ടെ, അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ തരാനോ, എനിക്ക് ഏറെ സന്തോഷം തരാനോ. നമ്മള് ബിന്ദിന്റെ പ്രഗ്നൻസി വീഡിയോ പറയില്ലേ, ഒരുപാട് ആൾക്കാർ നമ്മളെ ഫാമിലി എല്ലാവരും നമുക്കൊരു ബേബി ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് കമന്റ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും ദുആ പോലെ ആകട്ടെ അല്ലേ. ഇതിന്റെ കൂടെ ഇബക്കുമാരുടെ ഒരു ബേബി വന്നാൽ ഇരട്ടി മധുരായി. പിന്നെ ആ സന്തോഷത്തിന്റെ ഇടയിൽ സങ്കടങ്ങളും ഉണ്ട്. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന സങ്കടമല്ലേ, അസുഖങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണ്ട. സുലഭമായ ഈ ലൈഫിൽ നമ്മളെ ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് കുട്ടി ബേബി. വീഡിയോ പറഞ്ഞല്ലോ, നമുക്ക് അച്ചു നമ്മളെ ചെറിയ കുട്ടി. ഇപ്പൊ അച്ചു 10-12 വയസ്സായതുകൊണ്ട് അച്ഛനെ കുട്ടി 12 വയസ്സെന്ന് പറയണ്ട ഓനക്ക്. അതല്ല 12 വയസ്സിന്റെ 10 വയസ്സായിട്ടുള്ള 15 വയസ്സായിപ്പോ. 10 വയസ്സ് എന്നാലും തരണം ഓനക്ക് കുട്ടിയാണ് ഇഷ്ടമില്ല. ഓനക്ക് വലിയൊരു മുതിർന്ന വ്യക്തിയാണോ ഞാൻ വലുതല്ലേ പറയൂ. ഓനില്ലേ 10 വയസ്സാണ്, എനിക്ക് 15 വയസ്സായി നടക്കണോന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഒരു കൊച്ചു കുട്ടി, ഒരു ഉണ്ണിവാവ് വരുമ്പോ ഒരു രസല്ലേ. ഞങ്ങളെ കുടുംബത്തേക്ക് ഫസ്റ്റ് വരികയാണ്. പിന്നെ അത് മാത്രമല്ല കൊടുക്കാൻ പോകുമ്പോ ഒരാളും കൂടി കൂടുതലായി ലാളിക്കാനും കൊഞ്ചിക്കാനും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് മക്കളായാ മതി, ഏത് ചെറിയ മക്കളെ കണ്ടാലും എനിക്ക് ഇഷ്ടമാണ്. ഇമ്മ എന്നോട് പറഞ്ഞില്ലേ എനിക്കും കൂടി ഉണ്ടായാ മതിയെന്നൊന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓർമ്മ എന്താ അറിയോ, നമ്മൾ ഇന്നലെ ഇട്ട വീടിന്റെ കമന്റ് ഫുള്ളും ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു സന്തോഷം. നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടോ, നമ്മള് കുറച്ച് മുന്നേ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കമന്റ് വരുന്നുണ്ട്, അങ്ങനെ ചോദിക്കരുത് തരാണ്. പക്ഷെ ഈ കമന്റ് കണ്ടപ്പോ എന്തോ ഒരു ഇത്രയും പേര് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും ദുആ പോലെ തന്നെ പെട്ടെന്ന് സംഭവിക്കട്ടെ ആ ഒരു മിറാക്കിൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിലോ കാര്യങ്ങള്. അതെ, നമ്മളിപ്പോ ഈ സത്യം പറയുകയാണെങ്കിൽ ഞാനും ബാബും കൂടി വല്ലനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഉമ്മ ഉണ്ട് ഇങ്ങനെ ഉറക്കത്തുനിന്നൊക്കെ നീച്ച് വല്ലനെ ഇങ്ങനെ. അതെ, അപ്പൊ ഉമ്മാനെ കണ്ടപ്പോ ഉമ്മാനെ ഇത്തിരി കണ്ടന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തിട്ടുണ്ട്. വീഡിയോ എടുത്തത് അപ്പൊ മത്തന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ള് അത് ഇപ്പൊ ആയിട്ടുള്ളൂ, ഒരു മാസമായിട്ടില്ല. മത്തനായിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടുള്ളൂ. മത്തനല്ല അത് ശരിക്കലോ, അതല്ല മത്തന് വേണ്ടിങ്ങാണ്ടല്ല അവിടെ കൃഷി ചെയ്യണത്. അതിന്റെ അതിനങ്ങനല്ല, മത്തൻ എടുക്കും. മത്തൻ കഴിഞ്ഞാലേ ഫസ്റ്റ് മത്തൻ എടുക്കും, പിന്നെ അതിന് കഴിഞ്ഞ ഇലക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് പഴയമാരില്ല, ഇലക്ക് നല്ല ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ മത്തനല്ല ഫോക്കസ് ചെയ്യുന്നത്, ലാസ്റ്റാണ് മത്തൻ കൂട്ടിട്ട് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ ഇനിയിപ്പോ വീട്ടിലേക്ക് ഒന്ന് പോട്ടെ, നമുക്ക് ചായ കുടിക്കണം. പിന്നെ അതേപോലെ മാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം അല്ലേ മാ? വല്യമാനെ ഞാൻ വിളിപ്പിച്ചൂല. ഒരുപാട് ആൾക്കാർക്ക് വേറെ ഒരു പരാതി ഉണ്ട്. എന്തൊക്കെ അറിയോ, നിങ്ങൾ ചിരിച്ചിട്ടില്ല.
അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്ന അറിയുന്ന ആൾക്കാരോട് എന്നാളൊരു വീഡിയോ ചെയ്തപ്പോ പറഞ്ഞേ, ഞാൻ ചിരിക്കാത്ത എനിക്കൊരാളോട് പരിഭവം ഉണ്ടായിട്ടോ ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നും. എനിക്ക് എന്ത് ദേഷ്യോ? എനിക്ക് ദേഷ്യപ്പെടാൻ വേണ്ടി എന്താ ഉള്ളത്? ഒന്നുമില്ല. ഞാൻ നിങ്ങളെ പോലെ ഉള്ള ആൾക്കാർ. അതെ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. നിങ്ങൾ അതിനുള്ള മറുപടി ഇവരോട് ചോദിച്ചു നോക്കണം. ബാബുവിനോട് എനിക്കറിയാം. ഇമ്മാന്റെ കോട്ടില് പല്ലില്ല. പല്ല് കുറച്ച് പല്ല് കംപ്ലൈന്റുകളുണ്ട്. ഇപ്പൊ നമ്മള് നാളെ റിസോർട്ട് പോയ വീട്ടില് ആ ഫോട്ടോയിലൊക്കെ ഉമ്മ ചിരിക്കണ ചെയ്തു. അപ്പൊ ഉമ്മക്ക് പല്ലടി ചിരിച്ചാൽ മടിയാണ്. അല്ല ഒന്നുമല്ല. അപ്പൊ ആരും അങ്ങനത്തെ കമന്റ് ചെയ്തിട്ടോ. പിന്നെ ഒന്നാമത് എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്റെ പല്ല് ഇങ്ങനെ അല്ലേന്നല്ലോ, എന്റെ അങ്ങനെ ചെറിയ സൂചിപ്പല്ലേ. ഞാൻ ആദ്യം ചിരിക്കാത്ത എന്റെ പല്ല് റെഡിയാക്കിയ എന്നും പിന്നെ എന്റെ ചിരി കണ്ടു. അതൊക്കെ രണ്ട് കോയിക്കള് ആ കൊമ്പത്തുക്കണേ ഇവിടുത്തെ ഇവിടെ കോഴിക്കോട് മാത്രമേ ഉള്ളൂ, കോയില്ല. കോഴി ഉണ്ടേന്ന് ഇവിടെ 10 രൂപ അല്ല, ഒരു 10 കോഴിയോളം 8 കോഴിയോളം. അടിയിൽ കുറച്ച് കുറുക്കന്മാരുണ്ട്, നായ്ക്കളുണ്ട്. കുറുക്കന്മാര് മാത്രല്ല എന്റെ സ്ഥലത്ത് പന്നികള് കൊരങ്ങുകളും ഒക്കെ കാണാൻ വന്നാൽ നമ്മളതൊരു മിനി ഒരു എന്താ പറയാ വയനാട് ഊട്ടി ചെറിയൊരു വയനാട് പോലാണ്. കാരണം കുരങ്ങന്മാരൊക്കെ എപ്പോഴും നമ്മളെ ഇതിന് നേരെ മാറി അപ്പുറത്ത് മറ്റേ മിനിറ്റ് കൊരങ്ങന്മാരൊക്കെ വരലുണ്ട്. രസമുള്ള സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഇരുന്നാൽ നല്ല കാറ്റും വൈബുള്ള സ്ഥലമാണ്. അതിന്റെ കൂട്ടത്തില് വേറൊരാള് കൂടുതലുണ്ട്, കൊതുക്. ഭയങ്കര കൊതുക് എല്ലായിടത്തും എല്ലായിടത്തുണ്ട്. പക്ഷെ എന്റെ അടുത്ത് കൊതുകിന് കൂടുതൽ ഒരു മഴക്കാലം എല്ലായിടത്തും അപ്പൊ നമുക്ക് വല്ല നടന്നോക്കുമ്പോ ചായ കുടിക്കണ്ടേ? പെരയില് ഇതുണ്ടായിക്കണ റംബുട്ടാന്, എവിടെയും കാണാത്ത റംബുട്ടാൻ കാട്ടി കൊടുക്കും. അച്ചിക്കുഞ്ഞൻ റംബുട്ടാൻ. റംബുട്ടാൻ തീരെ ഇതില്ല, എന്താ പറയാ, വലിപ്പമില്ല. എന്താ റംബുട്ടാൻ? ഞങ്ങൾ ഇത്ര ദിവസം റംബുട്ടാൻ വലുതാവണം കാത്ത് ഞാനും ഉമ്മയൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് നമ്മള് റംബുട്ടാന്റെ മരം. റംബുട്ടാൻ ഉണ്ട്, പക്ഷെ ഒരു സ്വരൂപല്ല. ഒരു ചപ്പീറ്റുള്ള റംബുട്ടാനാണ്. ഞങ്ങളുടെ 3-4 ഉണ്ടായത് സ്പോട്ട് പറിക്കാണ്. കാണിച്ചത് ഇവിടെ ഇടക്ക് വരുമ്പോ ഇങ്ങനത്തെ മുതല് ഈനാമ്പയൊന്നും ഞമ്മക്ക് കിട്ടൂല. കണ്ടുപിടിച്ച് വന്ന് എടുത്ത് തിന്നാ അപ്പൊ കിട്ടുള്ളൂ. പിന്നെ അത് പൊത്ത് വന്ന മരം മാത്രമേ കാരണം ഞാനൊരു ഫ്രൂട്ട്സ് നാണിച്ചാണല്ലോ. ഫ്രൂട്ട്സ് നാണിച്ചാണ്. ഈനാമ്പയ, പേരക്ക ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്താ കവറ് വരെ ഒരു മെൻഷനും കൊടുക്കൂലല്ലേ. ബാബത്ത പറയില്ലെന്ന് പറയുമ്പോ അമ്മ ഓളർന്ന് ഒന്ന് കിട്ടണേ കുറച്ച് പണിയാണ് പറയും. അപ്പോൾ ഇത് നമ്മളെ ഈനാമ്പഴത്തിൻ്റെ മരമാണ്. പക്ഷേ ഇവിടെ അടിയിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണോണ്ട് തന്നെ ഇങ്ങനെ കേട് വരുന്നുണ്ട്. കണ്ടോ, ഒരു ബ്ലാക്ക് കളറ്. ഇതാ ഇപ്പം അടുത്ത് ഒന്നുണ്ടായിരുന്നു, ഒന്ന് കിട്ടിയിരുന്നു. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ബ്ലാക്ക് കളറിലായിരിക്കും. ഇവിടെ ഇടുന്ന അടിപൊളി. പിന്നെ മോന് എടുത്തുന്ന മാക്സി, പെരുന്നാ മാക്സി അല്ലമ്മ, മാക്സി മാക്സിയാണ്. ഞാൻ നടാറുണ്ട്, നല്ല രസമുണ്ട്. കമന്റ് ചെയ്യൂ. ജിതിമ കയറിക്ക്. ഇപ്പൊ തീരുമാനമായിരുന്നു ബാബോ. കാര്യമില്ലാത്തൊരു കാര്യത്തിന്റെ വേണ്ടി കണ്ടോ, അത് ചെറിയൊരു സാധനമാണ്. ഇത്ര ഇല്ലേന് നേരത്തെ തന്നതിട്ടാ, നേരത്തെ കുഞ്ഞേതാ. പിന്നെ ഇതിനെന്താ അറിയോ, ഈ റംബുട്ടാൻക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് പരിപ്പ് കൂടുതലാ, ഉണ്ടല്ല പരിപ്പ് തണ്ട പരന്ന റംബുട്ടാൻ. അച്ചു കാണണ്ട. അപ്പൊ ഇതാർക്കും കൊടുക്കൂല. അടിപൊളി. ആരാണ് ആ മൂലക്കൽ പച്ച കളറിൽ പൊയച്ചിരിക്കുന്നത്? ഹോയ് ഹോയ്. 24 ആന്ന് വയലൊക്കെ വിട്ടിപ്പോ. ഇപ്പൊ എന്താന്നറിയോ, ഈ മറ്റേ ക്രൈം സീരിയലിൽ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ആരെങ്ങനെ കൊല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സ്റ്റോറികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ കാണല്. അവിടെ മൂലക്കലെ പല്ലുവേദന ഒരാൾ ഇരിക്കുന്നുണ്ട്, അതിന് മുടിച്ചോ? പല്ലുവേദന ഞങ്ങക്ക് പോയി നോക്കി. ഇറക്കല്ലാത്ത വെട്ടി ചുരുക്കേണ്ടി വരും.
അങ്ങനെ ഗൈസ് ബാബു ചായക്കടി വാങ്ങാൻ വേണ്ടി പോയി, അച്ഛൻ പോയിട്ടുണ്ട് കൂടെ. അപ്പം ഞാൻ ചായ വെക്കാൻ വേണ്ടി കിച്ചൺ കണ്ട് പോകുന്നതാണ്. ഇമ്മ ഇപ്പം നേരെ ഛർദ്ദിച്ചെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മക്ക് പാൽ ചായ വേണ്ട പറഞ്ഞിട്ട് ഞാനിതാ അപ്പോൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിക്കാണ് ഗൈസ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ബാബു വരട്ടെ. അല്ലല്ല അതിന് കീച്ചുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ല? അപ്പോൾ കേസ് നമ്മൾ കുറച്ച് പൊരിക്കടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവക്ക് ഉണ്ടാക്കാൻ മടിയാണ് കേസ്. പിന്നെ ഞാൻ എന്താ മറ്റേ ഇതാണല്ലോ ചോദിക്കുമ്പോഴത്തെ അപ്പം ഉണ്ടാക്കണ്ട, കുറച്ച് മുന്നേ നീച്ചുണ്ടാക്കണം. പയമ്പൊരി ഉണ്ട്, സമൂസയുണ്ട്. പെട്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ പിന്നെ ഞാൻ അച്ചു കട്ട്ലറ്റ് വേണം, ഒരു കട്ട്ലറ്റ് വാങ്ങിയോ. ചായ നല്ല ചൂടാണ്. അച്ചു വാടാ, നോമ്പ് ആ ഇരിക്ക്, മെച്ചിൻ്റെ അടുത്തേക്കോ. എടാ പിരാന്ന് പറഞ്ഞാൽ മുടി വെട്ടണം നമുക്ക്. അപ്പോൾ ബാബു ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോലെ ബാബു മെച്ചിയാ പോണ്ടെന്ന് വിചാരിച്ചിരുന്നു അല്ലേ? മുപ്പത്തേര് ഹോസ്പിറ്റലിൽ പോവാണ്, ബാബു കൊണ്ടുപോണ്. അച്ചു കൊണ്ടടാ ഹോസ്പിറ്റൽ കെജി പെടന്നോ കേട്ടാ. എനിക്ക് മുട്ടായി ഞാൻ തരാം. മുട്ടായി തരാം. അപ്പൊ എന്തായാലും ഗായ്സ്, അപ്പോൾ അങ്ങനെ കാണും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി എന്തായാലും അടുത്ത പിടിക്കണം.